വടകര പതിയാരക്കര മുല്ലത്തുനട റഹ്മാനിയ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാര നേതൃത്വത്തെ ചൊല്ലി തർക്കം തുടരുന്നു. സുന്നിയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലാണ് തർക്കം ഉടലെടുത്തത്. വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായതോടെ ഇവിടെ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഇതേ വിഷയം തർക്കത്തിൽ കലാശിച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ AP സുന്നി വിഭാഗത്തെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം എത്തിയത്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന നാട്ടുകാരായ AK സുന്നി വിഭാഗം ഇതിനെ എതിർക്കുകയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും തുടങ്ങിയാണ്. പള്ളി പിടിച്ചെടുക്കാനും ദീൻ വളർത്താനും കഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം. എന്തിന് ഇവലൊക്കെ അള്ളാഹിൻ്റെ സ്വർഗം നേടാൻ വേണ്ടിയിട്ടാണ് ഇവലൊക്കെ ഈ കളി കളിക്കുന്നത്. പള്ളി ഓരോ ഗ്രൂപ്പിന് വേണ്ടി പിടിച്ചെടുത്തിട്ട് ആ പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിപിടി നായാട്ടം ഉണ്ടാക്കിയിട്ട് ആ പള്ളി അടച്ചങ്ങ് പൂട്ടണം. എന്നിട്ട് അടച്ച് പൂട്ടിയിട്ട് അതിൽ 5-8 മാസം നിസ്കാരമില്ല, അള്ളാഹിൻ്റെ കള്ളത്തേക്ക് ബീറില്ല, അള്ളാഹ്ക്കുള്ള ബാങ്കുമില്ല, നിസ്കാരമില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തൊരു ജന്മങ്ങൾ. എന്ത് വർഗങ്ങളാണ് വലുതെന്നാണ് മനസ്സിലാകാത്തത്. ഞാനും ഈ വർഗത്തിലുള്ളൊക്കെ പിന്നെ അപമാനമാണ് ഈ വർഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇത്രയും തരം താണൊരു വിഭാഗം, ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ഒരു വിഭാഗം വേറെ ഏതുമില്ല. ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ഒരു വിഭാഗം APK എന്നുള്ള ഗ്രൂപ്പിലുള്ള AP തീരെയും പറ്റൂല ഇസ്ലാമിനും വേണ്ടിയിട്ട് ചെയ്യാൻ. എന്ത് ഇസ്ലാമിനെ മാനം കെടുത്തുന്ന എന്ത് പരിപാടി ഉണ്ടോ അതിലൊക്കെ മുൻപന്തിയിലുള്ള ആൾക്കാരാണ് ഈ APക്കാർ. എവിടെ ഫിത്തനുണ്ടോ അവിടെ എല്ലായിടത്തും ഇവലുണ്ട്. ഒന്നുണ്ടായാൽ മതി, ഒരു ഗ്രാമത്തിൽ ഒന്നുണ്ടായാൽ മതി. മൊത്തം സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോ ജന്മങ്ങൾ ഇവലൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടും പടച്ചോൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടും പോരാടുകയാണല്ലോ. ഈ പോരാട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ആൺകുട്ടികളില്ലേട്ടാണെന്നാണ് തോന്നുന്നത്. അടിച്ച് പിപ്പിരിയാക്കേണ്ട എല്ലാത്തിനെയും അടിച്ച് നിരപ്പാക്കിയിട്ട് തള്ളി പറയണം. ഏതായാലും പള്ളി പൂട്ടാൻ പോവുകയാണ്. ഇതേമാതിരി ജന്മങ്ങൾ റബ്ബേ കാക്കണേ അല്ലാന്നല്ലാണ്ട് പറയണ്ട. വേറെ എന്ത് പറയാൻ അവരോടൊക്കെ. പാർട്ടി വളർത്താനും സമുദായം വളർത്താനും പിന്നെ സംഘടന വളർത്താനും വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടികൾ. ഒരു പഞ്ചായത്തിൽ 2 APക്കാരുണ്ടാവും. എന്നാൽ പഞ്ചായത്തിലെ ഫുള്ള് മുസ്ലിങ്ങൾക്കും പേരുദോഷം ഉണ്ടാക്കുക ഈ 2 APക്കാരുണ്ടാവും. ആ പഞ്ചായത്തിലുള്ള സകല മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഉണ്ടായാൽ മതി. എന്ത് ജന്മങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ പഴയ AP ഉസ്താദ് പറഞ്ഞിരുന്ന സംഗതിയാണ്. എങ്ങനെ പള്ളി പിടിച്ചെടുക്കാം, എങ്ങനെ മല്ല പിടിച്ചെടുക്കാം എന്നുള്ള ക്ലാസിൻ്റെ ഒരു ഭാഗം കേട്ടത് ഓർമ്മയില്ലത്. വല്ലാത്ത ജന്മങ്ങളാണ് കേട്ടോ. എന്ത് ക്ലിയറായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുന്ന സംഗതികൾ. നിങ്ങളെ പള്ളി പൂട്ടിയാൽ നിങ്ങളെ നിസ്കാരം നിലനിർത്തി, നിസ്കാരം ജുമ കഴിക്കി, ജുമേൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിയായി, 12:30ആയി, 1 മണിയായി, 2 മണിയായി തുടങ്ങുന്നത്. നിങ്ങൾ നിസ്കാരം ജുമ പോവുകയാണ്. നിങ്ങൾ ജുമ തീർത്തിട്ട് സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് ചർച്ച ചെയ്തുകൊള്ളി. നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ജുമേൻ്റെ ശേഷം നിങ്ങൾ ചർച്ച ചെയ്തുകൊള്ളി, നിങ്ങൾ കച്ചവടം ഉണ്ടാക്കിക്കോളി എന്നല്ല എന്ത് ക്ലിയറാക്കി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞെടുക്കുന്നതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കൗമാണല്ലോ ഈ APK എന്നുള്ള സമസ്ത ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ആലോചിക്കുമ്പോഴാണ്. അയാൾ എത്ര ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ നിസ്കാരത്തിൻ്റെ സമയമാണ് പോണത്, നിങ്ങളെ ജുമാൻ്റെ സമയമാണ് പോണത്, ജുമ നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ചർച്ച ചെയ്യാലോ എന്ന് അയാൾ എന്ത് സാർ എന്ത് ക്ലിയറായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഈ കൗമിൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ. ഇവർക്ക് പള്ളി പിടിച്ചെടുക്കണം, പള്ളികളുടെ എണ്ണം കൂട്ടണം. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്? അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിസ്കരിക്കാനുള്ള ജുമ തടസ്സപ്പെടുത്തിയിട്ട് പള്ളിൻ്റെ പേരിൽ കേസും കൊടുത്ത് ജുമയും തടസ്സപ്പെടുത്തിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജുമയും ഒഴിവാക്കിയിട്ടല്ല അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കൽ. അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ ആ പള്ളിയിൽ ജുമ നടക്കണം. അള്ളാഹിൻ്റെ ഭവനാണ്, പടച്ചോൻ്റെ ഭവനാണ് പള്ളി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാനുള്ളതല്ല. നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളി. നിങ്ങൾക്ക് സംഘടന വളർത്തണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അള്ളാഹിൻ്റെ പള്ളി വെച്ചിട്ട് നിങ്ങൾ സംഘടന ഉണ്ടാക്കുന്നത്. സംഘടന നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലേ? APൻ്റെ അടുത്ത് പൈസ ഇല്ലേ? AP സംഘടന അടുത്ത് പൈസ ഇല്ലേ? തൊട്ടനും പിടിച്ചതിനൊക്കെ നിങ്ങൾ സംഭാവന അറിഞ്ഞിട്ട് പൈസ വാങ്ങണ്ടല്ലോ. ആ പൈസ പോലെ നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ, ഒരു പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 2 പള്ളി, ഒരു പള്ളിയുടെ അടുത്ത് നിങ്ങൾ 2 ഉണ്ടാക്കിയോളി. നിങ്ങൾ ആൾക്കാർ നിങ്ങളൊരു പള്ളി നിസ്കരിച്ചോളി, ബാക്കിയുള്ള നാട്ടുകാർ പള്ളി നിസ്കരിച്ചോട്ടെ. എന്തിനൊരു പള്ളി പൂട്ടിക്കാൻ നിൽക്കണേ? ഒരു പള്ളി പൂട്ടിയാലേ തുറക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ ഏരിയയിലൊക്കെ കാലം മുമ്പ് ഒരുപാട് പള്ളികൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇതേ പ്രശ്നം കൊണ്ട് റംസാന് വരെ തുറക്കാത്ത പള്ളികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. ആ പള്ളികൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് തുറന്നത്? കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ പള്ളികൾ തുറന്നത്. അതിൻ്റെ കേസും കാര്യം കഴിയുമ്പോഴത്തേന് കൊല്ലങ്ങൾ കഴിഞ്ഞിന്. എന്ത് കിട്ടിങ്ങക്ക്?
അള്ളാൻ്റെ മുമ്പ് പോയി കിടക്കണ്ട നിങ്ങൾക്ക്. നാളെ മാശറയിൽ ചോദ്യം വരില്ല നിങ്ങളോട്, മറുപടി വരേണ്ടതല്ലേ. നിങ്ങളുടെ സംഘടന നടത്താൻ ഞാൻ അള്ളാ അതിൻ്റെ പള്ളി പൂട്ടിച്ചെന്നാ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടില്ല. ഇതിൻ്റെ മേലുള്ള പണ്ഡിതന്മാർ വരെ ഉത്തരം കൊടുക്കേണ്ടില്ല പഠിച്ചവൻ്റെ മുമ്പിൽ. നിങ്ങളത് തുടക്കം വെച്ചത്. നിങ്ങളാണ് ഈ പള്ളി പിടിച്ചെടുക്കാൻ AP ഒക്കെ പ്രസ്താവന നടത്തിയത്. AP ഒക്കെയാണ് ഫസ്റ്റ് കാലങ്ങൾക്ക് മുമ്പ് പ്രസ്ഥാനവും ക്ലാസ് നടത്തിയത് പള്ളി പിടിച്ചെടുക്കാനും, എങ്ങനെ പള്ളി പിടിച്ചെടുക്കാം, എങ്ങനെ ഒരു മഹല്ലിൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാമെന്ന് ക്ലാസ് കൊടുത്ത നേതാക്കന്മാരാണ് നിങ്ങളുടെ നേതാക്കന്മാർ വരെ. ആ നേതാക്കന്മാർ വരെ നാളെ അള്ളാൻ്റെ മുമ്പിൽ പോയിട്ട് പറയേണ്ടി വരില്ലേ, വയ്യനെ പറയേണ്ടി വരില്ലേ, മറുപടി പറയേണ്ടി വരില്ലേ. ആ നാട്ടിലെ സകല ജനങ്ങളുടെ ഒരു ജുമകളെ ഒഴിവാക്കിയതിന് ഇനി വരാനുള്ള ജുമകൾ പള്ളി പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വരാനുള്ള ജുമകൾ നഷ്ടപ്പെടുത്തുന്നതിന്, അള്ളാഹിൻ്റെ ഭവനത്തിൽ അള്ളാഹ്ക്കും വേണ്ടി തക്ബീറുകളും തഹ്ലീലുകളും വിളിക്കാത്തതിന്, ബാങ്ക് വിളിക്കാത്തതിന്, നിസ്കാരം നടത്താത്തതിന്, ജുമ നടത്താത്തതിന് നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹിൻ്റെ മുമ്പിൽ ഇത് നിങ്ങളുടെ നേതാക്കന്മാർ ഉത്തരം പറയേണ്ടി വരും. ആ ഒരു ബോധം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് നിങ്ങൾക്കൊന്നും വേറൊന്നും പരിപാടിയില്ല. നിങ്ങൾക്ക് നല്ല ആൾക്ക് നടക്കുന്ന പള്ളി പൂട്ടിക്കാൻ വേണ്ടി നടക്കുന്ന രണ്ട് കൗമുകൾ. മതമാണല്ലോ, ഇസ്ലാമിനെയാണല്ലോ നിങ്ങൾ പറയിപ്പിക്കുന്നത്, മതത്തിനാണല്ലോ പറയിപ്പിക്കുന്നത്. കുറച്ചെങ്കിലും ചിന്തിച്ചൂടെ, തലയ്ക്ക് ഇച്ചിരിയെങ്കിലും വെളിവുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്. ഈ പള്ളിയും സംഗതികളൊക്കെ എന്താ നാളേക്ക് വേണ്ടിയിട്ട്, അന്നൊക്കെ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ സംഘടന അന്നൊക്കെയുള്ളതാണ്, നാളേക്കുള്ളതല്ല. നാളെ അള്ളാഹിൻ്റെ മുമ്പ് പോയി നിൽക്കുമ്പോഴാണ് ഈ പള്ളികൾക്കും കാര്യങ്ങളും ആവശ്യം എന്ത് ഉണ്ടായിരുന്നതെന്ന് അറിയാമെങ്കിൽ. ഇന്ന് നിങ്ങൾക്ക് സംഘടന വളർത്താം, നിങ്ങൾക്ക് പള്ളികളുടെ എണ്ണം കൂട്ടാം, നിങ്ങൾക്ക് മദ്രസകൾ പിടിച്ചെടുത്ത് മദ്രസകളുടെ എണ്ണം കൂട്ടാം, പള്ളികൾ പിടിച്ചെടുത്ത് പള്ളികളുടെ എണ്ണം കൂട്ടാം. ഇതെല്ലാം ഇന്ന് നിങ്ങൾക്ക് കഴിയും. നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ ചോദ്യം ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പിന്താങ്ങുന്ന പണ്ഡിതന്മാരും നിങ്ങളെ മേലുള്ള പണ്ഡിതന്മാരും.